2 ദിനവൃത്താന്തം 7:14 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ രാജ്യം പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മുടെ നാട്ടിലും ബെവർസോൺ പോലെ പ്രശ്നങ്ങളുണ്ട്, മറ്റു തരത്തിൽ രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്. നമ്മളുടെ ദേശത്ത് ദൈവത്തിൻ്റെ കരുണയും കൃപയും കടന്നു വരണമെങ്കിൽ ദൈവത്തെ അറിയാത്തവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ കാര്യമില്ല, അവരോട് ഉപദേശിച്ചിട്ട് കാര്യമില്ല. ദൈവം വെക്കുന്ന കണ്ടീഷൻ ഇതാണ്, എൻ്റെ നാമം പേറുന്ന ജനം. ഇന്ത്യയിലെ മറ്റു മനുഷ്യരെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം. ദൈവത്തെ അറിഞ്ഞ, സത്യദൈവത്തെ അറിഞ്ഞ, ജീവിക്കുന്ന ദൈവത്തെ അറിഞ്ഞ ദൈവജനം എങ്ങനെ ജീവിക്കുന്നു എന്നതാണ് ഇന്ത്യയുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന പ്രധാനമായ ഘടകം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ന്യൂനപക്ഷമായിരിക്കാം, നമുക്ക് ശക്തി കുറവായിരിക്കാം, പക്ഷേ നമുക്ക് ശക്തനായ ഒരു ദൈവമുണ്ട്. നമ്മുടെ രാജ്യം നശിച്ചു പോകാതിരിക്കണമെങ്കിൽ, നമ്മുടെ രാജ്യം സമ്പുഷ്ടമായി തീരണമെങ്കിൽ, നമ്മുടെ രാജ്യത്തെ ദൈവത്തിൻ്റെ കരുണയും കൃപയും ഒഴുകണമെങ്കിൽ ദൈവത്തെ അറിഞ്ഞ മനുഷ്യർ ചെയ്യേണ്ടത് എന്താണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. എൻ്റെ നാമം പേറുന്ന ജനം എന്നെ അന്വേഷിക്കണം, ഹൃദയം കൊണ്ട് ദൈവത്തെ അന്വേഷിക്കണം, അവർ തങ്ങളെ തന്നെ താഴ്ത്തണം. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിസന്ധികൾക്കെല്ലാം പരിഹാരം ദൈവജനം ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടും. നമ്മൾ ഇനിയും നമുക്ക് കിട്ടിയിരിക്കുന്ന ശക്തികളെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമുക്ക് പൊളിറ്റിക്കൽ പവറിനേക്കാളും വേണ്ടത്, സംഖ്യാബലത്തെക്കാളും വേണ്ടത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവത്തിൻ്റെ ശക്തി നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു വരും. ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ രാജ്യത്തിൻ്റെ സകല മേഖലയിലേക്കും കടന്നു വന്ന് മാറ്റങ്ങൾ വരുത്തും. എപ്പോൾ ദൈവത്തിൻ്റെ നാമം പേറുന്ന ജനം തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കണം, ഉപവസിച്ച് പ്രാർത്ഥിക്കണം, നോമ്പെടുത്ത് പ്രാർത്ഥിക്കണം. അങ്ങനെ എളിമപ്പെടുത്തി പ്രാർത്ഥിച്ച മാത്രം പോരാ, അവർ തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയണം. എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചിട്ട് വെറുതെ മാംസവും മത്സ്യമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് കാര്യമില്ല. ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയണം. ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേൾക്കുകയും മാത്രം അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. ദേശം അനുഗ്രഹിക്കപ്പെടും, എല്ലാ ജനങ്ങളും അനുഗ്രഹിക്കപ്പെടും. നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ ചെറുതാകാൻ തയ്യാറായാൽ, പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, പാപങ്ങൾ ഉപേക്ഷിച്ച് ജീവിക്കാൻ തയ്യാറായാൽ നമ്മളിലൂടെ ദേശത്തിന് മാറ്റം വരുത്തുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഭൂരിപക്ഷം വേണ്ട, ന്യൂനപക്ഷത്തിനും ഭൂരിപക്ഷത്തിൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയും. എങ്ങനെ? ദൈവത്തിൻ്റെ കൃപ സ്വന്തമാക്കിക്കൊണ്ട്. അതുകൊണ്ട് നമ്മൾ ആണ് ഈ രാജ്യത്തിൻ്റെ പല കുഴപ്പങ്ങൾക്കും കാരണമെന്ന് നമ്മൾ തിരിച്ചറിയണം, ഇൻഡയറക്റ്റായിട്ട്. കാരണം നമ്മൾ ജീവിക്കേണ്ടതുപോലെ ജീവിച്ചിരുന്നുവെങ്കിൽ, നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചിരുന്നെങ്കിൽ, നമ്മൾ നമ്മളുടെ ശക്തിയുടെ കേന്ദ്രമായി ദൈവവുമായി ശരിയായ രീതിയിൽ കണക്ട് ചെയ്ത് ജീവിച്ചിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി വളരെ കൂടുതലായി നമ്മുടെ ദേശത്ത് പ്രകടമായേനെ, ദൈവാനുഗ്രഹം കൂടുതലായി നമ്മുടെ സമൂഹത്തുണ്ടായേനെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പൊളിറ്റിക്കൽ പവർ കൊണ്ട്, സംഖ്യാബലം കൊണ്ട്, സംഘടിത ശക്തി കൊണ്ട് ഒന്നും ഒരു മാറ്റവും ഈ കാലഘട്ടത്തിൽ വരുത്താൻ പറ്റുകയില്ല. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കൃപയുടെ കരങ്ങൾ നീട്ടപ്പെടുമ്പോൾ എല്ലാ സാഹചര്യങ്ങളെയും മാറ്റിമറിക്കാൻ പറ്റും. നമുക്കെതിരായുള്ള നിയമങ്ങളിൽ, നമുക്കെതിരായ വ്യവസ്ഥിതികളിലൊക്കെ ഇടപെടുവാൻ നമ്മുടെ ദൈവത്തിന് സാധിക്കും. കാരണം എന്താണ്? നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. ആ ബോധ്യത്തോടുകൂടി ദൈവത്തിൻ്റെ ജനം ഉണർന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നാം വസിക്കുന്ന ദേശം കൂടുതൽ അനുഗ്രഹീതമായി തീരും. തിന്മയുടെ ശക്തികൾ കടപിഴക്കപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. അബ്രഹാം എന്താണ് ചോദിക്കുന്നത്? സോദോം ഗൊമോറ നശിപ്പിക്കാൻ പോകുമ്പോൾ അബ്രഹാം ചോദിക്കുക, കർത്താവേ, അവിടെ ഒരു 50 നീതിമാന്മാരുണ്ടെങ്കിൽ അവരെ പ്രതി ആ ദേശത്തെ അങ്ങ് രക്ഷിക്കുകയില്ലേ? കർത്താവ് ഓക്കെ പറയുക. അങ്ങനെ ചോദിച്ച് 10 പേരെ ഉള്ളെങ്കിൽ അപ്പോഴും കർത്താവ് പറയുകയാണ്, ഞാൻ നശിപ്പിക്കുകയില്ല. അപ്പം അതുകൊണ്ട് ഭൂരിപക്ഷം പേരും ദൈവത്തെ അറിയാതെ ജീവിക്കുമ്പോഴും
അവിടെയുള്ള ദൈവത്തെ അറിഞ്ഞവരുടെ വിശുദ്ധ ജീവിതത്തെ പ്രതി ദൈവാനുഗ്രഹം കൊണ്ട് ദേശത്തെ നിറയ്ക്കുന്ന അനുഭവങ്ങളുണ്ടാകും. ആ ബോധ്യത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ വ്യക്തിപരമായി നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാനും നമ്മുടെ തെറ്റുകളിൽ നിന്ന് പിന്മാറാനും ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെയായി ഈ ദിവസങ്ങളെ ഗൗരവമായി എടുക്കുമ്പോൾ കർത്താവിൻ്റെ കൃപ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരും, സഭയിലേക്ക് കടന്നു വരും, ദേശത്തിലേക്ക് കടന്നു വരും, വലിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ട് തീരും.